So, hello friends, welcome back. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സല്ല അതിൻ്റെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ലാസോ ടൂൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസോ ടൂൾസ് രണ്ടെണ്ണം, ലാസോ ടൂളും പോളിഗണൽ ലാസോ ടൂളും നമ്മൾ നോക്കി. എന്താണെന്ന് നമ്മൾ നോക്കി, അത് നമ്മൾ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ മാഗ്നറ്റിക് ലാസോ ടൂളുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യണമെങ്കിൽ അത് നമുക്കിപ്പോൾ ഈ ആപ്പിള് ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ മാഗ്നറ്റിക് ലാസോ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സെലക്ഷൻ ടൂളാണ്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ ബോൾ പോലുള്ള ഷേപ്പ്, അധികം എന്താ പറയുക, മുടി ഇപ്പോൾ ഹെയർ പോലത്തെ ഒരാളുടെ മുടിയാണെങ്കിൽ പല ഇതും ഉണ്ടാവും, ആംഗിൾസും പല വളവുകളും ഇതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുടി പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇത് വെച്ച്, അതായത് മാഗ്നറ്റിക് ലാസോ ടൂൾ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഈ ഇതുപോലത്തെ ബോൾ പോലുള്ള സാധനങ്ങൾ, അതൊക്കെ മാഗ്നറ്റിക് ലാസോ ടൂൾ വെച്ച് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാം. ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആഡ് ചെയ്യാനും പ്ലസ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആൾട്ട് പ്രസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം, ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യാം. അങ്ങനെ പലതും ചെയ്യാം. അപ്പോൾ അത് ആഡിങ്, പ്ലസ്, മൈനസ്, ഇൻ്റർസെക്ഷൻ, ഇതൊക്കെ ചെയ്യാം. അതല്ലാതെ വേറെ കുറേ സംഭവമാണ്. ആൻറ്റി എലിയാസ് എപ്പോഴും ഓൺ ആക്കി ഇടുക, കാരണം അത് പിക്സലേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻറ്റി എലിയാസ് ഓഫാക്കി കഴിഞ്ഞാൽ പിക്സൽ എടുത്ത് കാണിക്കും. ആൻറ്റി എലിയാസ് ഓൺ ആക്കി ഇടുക. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 41. അതായത് ഞാൻ പറഞ്ഞത്, അതായത് ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. കാരണം നമുക്ക് ഇത് ഓട്ടോമാറ്റിക് എഡ്ജ് ഡിറ്റക്ഷൻ ടൂളാണ്. അതായത് ഇതിൻ്റെ സൈഡ് ഫോട്ടോഷോപ്പ് തന്നെ തീരുമാനിക്കും, അതായത് ഏത് സൈഡാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കളറിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഇത്ര ഏരിയയിലാണത്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 37. ഇതിപ്പോൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയിലാണ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കർസറിൻ്റെ ഷേപ്പ് കാരണമാണ്. ഈ കർസർ ഇങ്ങനത്തെ ഷേപ്പ് ആണെങ്കിൽ എവിടെ നിന്നാണ് ഇത് സൈഡ് എടുക്കാൻ പോണത്, ഏത് എഡ്ജാണ് സെലക്ട് ചെയ്യാൻ പോണത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം വേണമെങ്കിൽ എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസിൽ, അതായത് എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസസിൽ നമുക്ക് ഇവിടെ കർസർ എന്ന് പറഞ്ഞുണ്ട്, അതിൽ പോയിട്ട് നമ്മൾ ഇത് മാറ്റി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക, പെയിൻറ്റിങ് കർസർ, നോർമൽ ബ്രഷ് ടിപ്പ്, ഈ ഷോ ക്രോസ് എയർ ഇൻ ബ്രഷ് ടിപ്പ്. ക്രോസ് എയർ, അതായത് ചില തോക്കുകളിൽ ഉന്നം പിടിക്കാൻ നേരത്തെ അതിൻ്റെ കറക്റ്റ് സെൻറ്ററൊക്കെ കാണിക്കും. ആ ഒരു സാധനം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതും പ്രിസൈസ് കൊടുത്തോ, ടോക്ക് കൊടുക്കുക. അപ്പം നമുക്ക് അത് മര്യാദ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ സർക്കിളിൻ്റെ അകത്തുള്ള സ്പേസിൽ നിന്നാണ് അത് അതിൻ്റെ സൈഡ് അല്ലെങ്കിൽ എഡ്ജ് അരികത്തുകൂടി പോകുമ്പോൾ ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്, ഏരിയയാണ്. ഇതിൻ്റെ അകത്തു നിന്നാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെയാണെങ്കിൽ കണ്ടോ, കാരണം അത്ര ഏരിയ അത് സെലക്ട് ചെയ്യുന്നുള്ളൂ. സൈഡിൽ കൂടി പോകുമ്പോൾ അപ്പോൾ കർസർ ഇങ്ങനെ കിട്ടിയാൽ അപ്പോൾ നമുക്ക് കർസർ ഇങ്ങനെ വട്ടത്തിൽ കിട്ടും. ഈ സർക്കിൾ കർസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ സൈഡ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സർക്കിളിൻ്റെ അകത്ത് കൂടി കൊണ്ടുപോയി ഈ സർക്കിൾ, അതായത് ഈ സർക്കിൾ ഇത്തിരി കൂടി വലുതാക്കാം. നമുക്ക് ഈ നമ്മുടെ ലെറ്റർ പിൻ്റെയും സ്ലാഷിൻ്റെയും ഇടയിലുള്ള, അതായത് കീബോർഡിൽ ലെറ്റർ പിൻ്റെയും സ്ലാഷിൻ്റെ ഇടയിലുള്ള ബ്രാക്കറ്റ് കീസ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് കീസ് വെച്ച് സൈസ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും ഈ സർക്കിളിൻ്റെ. അല്ലെങ്കിൽ ഇവിടെ മാനുവലി ഇങ്ങനെ ഇട്ട് കാണിച്ച് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അല്ലെങ്കിൽ നേരിട്ട് ഒരു വാല്യൂ എൻ്റർ ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ ഇത് കണ്ട, നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്തെ ഒരു സൈഡ്, ഈ സർക്കിളിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ അകത്തും ഒരു സൈഡ് പുറത്തുമായിരിക്കണം.
അപ്പം നമുക്ക് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് അത് ഈ ഡിഫറൻസ് എടുക്കേണ്ടത്, അതായത് ഒരു സൈഡിൻ്റെ ഡിഫറൻസും മറ്റു സൈഡിൻ്റെ കളറും നോക്കിയാണ് ഇത് സെലക്ട് ചെയ്യണത്. അതായത് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെലക്ഷൻ വരില്ല, ഇങ്ങനെ ഇരിക്കണത്. പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെലക്ഷൻ ആവില്ല, അത് വേറെ സ്ഥലത്ത് സെലക്ട് ചെയ്യും. അപ്പോൾ അകത്ത് കൊണ്ടുവരിക, ഇത് കറക്റ്റായിട്ട് ആ സെൻറ്റർ കൊണ്ടുവന്ന് ആ സൈഡിൽ കൊണ്ടുവന്ന് വെക്കുക, എഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുക, എന്നിട്ട് പോവുക. ഇത് ഈ മാഗ്നറ്റിക് ലാസോ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അത് പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മൗസ് ഇങ്ങനെ വെറുതെ കൊണ്ടുപോയാൽ മതി, പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഡിലേറ്റ് അടിച്ചിട്ട് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റും. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഡിലേറ്റ് അടിക്കുക, ഡിലേറ്റ് അടിച്ചിട്ട് വീണ്ടും അത് ഈ സർക്കിൾ ഞാൻ പറഞ്ഞ പോലെ പകുതി സെലക്ഷൻ്റെ അകത്തും പകുതി ബാക്ക്ഗ്രൗണ്ടിലും വരണം. ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ട വളരെ എളുപ്പത്തിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഇത് സെലക്റ്റായി. ഇനിയിപ്പോൾ കോൺട്രാസ്റ്റ് എന്താണെന്ന് നോക്കാം. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാസ്റ്റ് എപ്പോഴും ലോ എടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഹൈ കോൺട്രാസ്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോഴാണ് 100% കൊടുക്കേണ്ടത്. ഇപ്പോൾ 100% എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ ആണ് 100% കൊടുക്കേണ്ടത്. കാരണം ഹൈ കോൺട്രാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ പിക്ചേഴ്സിൽ അത് സെലക്ഷൻ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കണ്ട മര്യാദക്കാവില്ല അത്. കാരണം കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ 100% കൊടുക്കാം. പക്ഷേ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറക്റ്റ് കോൺട്രാസ്റ്റ്, ഇപ്പോൾ റെഡിൻ്റെയൊക്കെ കറക്റ്റ് കോൺട്രാസ്റ്റ് വന്നില്ലെങ്കിൽ ബ്ലൂ ഗ്രീനൊക്കെ ആയിരിക്കണം. ഇതിപ്പോൾ റെഡും വൈറ്റും ആണ്. അപ്പോൾ കോൺട്രാസ്റ്റ് എപ്പോഴും 10 കൊടുക്കുന്നതായിരിക്കും നല്ലത്. 10 തന്നെ, അത് ഫോട്ടോഷോപ്പിൻ്റെ ഡീഫോൾട്ടാണ്. അത് 10% കൊടുക്കുന്നത് തന്നെ നല്ലത്. കാരണം ചെറിയ കോൺട്രാസ്റ്റ്, വലിയ കളറുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും കയറി പിടിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് ഇനിയുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആങ്കർ പോയിൻറ്റ്സിൻ്റെ ഒരു ഇതാണ്. അതായത് ഇപ്പോൾ ഫ്രീക്വൻസി 7 വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് പോകാൻ നേരത്ത് ആങ്കർ പോയിൻറ്റ്സ് വന്നാണ്ട് ഇപ്പോൾ 3 എണ്ണം വന്ന് 4, 5 ഇങ്ങനെ ആങ്കർ പോയിൻറ്റ്സ്, അതായത് എത്ര ആങ്കർ പോയിൻറ്റ്സ് വരണം അതാണ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ 100 കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആങ്കർ പോയിൻറ്റ്സ് വരും. ഇതാണ് ഒരുപാട് ആങ്കർ പോയിൻറ്റ്സ് വന്ന് അങ്ങനെ. നിങ്ങൾക്ക് ആങ്കർ പോയിൻറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടി കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ ഫ്രീക്വൻസി കുറച്ച് കൊടുക്കുക. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഡിലേറ്റ് അടിച്ചിട്ട് പുറകോട്ട് പോവുക. ഇവിടെ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റിയുണ്ട്. ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൂം ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സ്ക്രീനിൽ പ്ലേസ് ആയി കിട്ടും. ഇനി നമുക്കിത് സെലക്ഷനായി. ഇനി ഇത് നമുക്ക് എന്താ വേണ്ടത്, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വേറെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.